എടാ വണ്ടി നിർത്ത്. എടാ എന്താ ഒരു ചൂണ്ടൽ കട, നമുക്ക് ചൂണ്ടൽ മേടിക്കണ്ടേ? നമുക്കൊന്ന് കയറി ചോദിച്ചു നോക്കാം. ഇക്ക നമുക്ക് പിന്നെ സ്റ്റിക്ക് ഫുൾ സെറ്റ് നോക്കാൻ വേണ്ടി വന്നാണ്. അപ്പോൾ അതിൽ രണ്ട് ഏതൊക്കെ റേഞ്ചുള്ളതെന്ന് പറഞ്ഞു തരും. കുറഞ്ഞതിലും കൂടിയതിലും പല ടൈപ്പിലും നമ്മുടെ അടുത്തുണ്ട്. ഏറ്റവും കുറഞ്ഞ വരുന്നത് സോളിഡ് ടൈപ്പാണ്. സോളിഡ് ടൈപ്പ് വരുമ്പോൾ 550 5 നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ അത് 8 അടി വരുമ്പോൾ 850, 550 650 750 എന്ന രീതിയിലാണ് 850 എന്ന രീതിയിലാണ് വരുന്നത്. ഇതിനാവുമ്പോൾ ഈ സോളിഡ് ടൈപ്പിനാവുമ്പോൾ കുറച്ച് വെയിറ്റ് വരും സ്റ്റിക്കിന്. ആ മറ്റേ ഫൈബർ ഗ്ലാസ്സിൽ വരുമ്പോൾ അത്ര വെയിറ്റ് ഉണ്ടാവില്ല. പക്ഷെ അതിന് സ്റ്റാർട്ടാവണത് നമുക്ക് ഫൈബർ ഗ്ലാസ് സ്റ്റാർട്ടാവണ 1150 അതാകുമ്പോൾ കുറച്ച് വെയിറ്റ് കുറയും. പിന്നെ അത്യാവശ്യം അതിൻ്റെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ചിട്ടാണ് നമുക്ക് അതിൻ്റെ വിലയിലും മാറ്റം വരണേ. ഇപ്പോൾ 2 കിലോ 3 കിലോ 4 കിലോ 5 കിലോ അങ്ങനെ വെയിറ്റ് നമുക്ക് ഈ റോഡിൻ്റെ വെയിറ്റ് എടുക്കണം, മീനിൻ്റെ വെയിറ്റ് എടുക്കുന്നതിനനുസരിച്ചിട്ട് അതിന് കുറച്ച് വിലയിൽ വ്യത്യാസം വരും. എല്ലാ ബ്രാൻഡഡ് സാധനങ്ങളും ഉണ്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് നിങ്ങളുടെ ബഡ്ജറ്റ് എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ചെയ്യാം. ലൊക്കേഷൻ വരുന്നത് കോക്കൂർ കാഞ്ഞിരത്താണി റോഡ്, കോക്കൂർ സെൻറ്ററിൽ നിന്ന് ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് നമ്മുടെ ഷോപ്പ് നിൽക്കുന്നത്. ഇതിൻ്റെ അപ്പുറം റോഡ് വരുന്നത് ചാലശ്ശേരി വളയംകുളം റോഡാണ്, ചാലശ്ശേരി ചങ്ങനാകുളം റോഡ്. എല്ലാ സാധനങ്ങളും നമ്മുടെ അടുത്തുണ്ട്. ഇതിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ഓരോരുത്തർ ഫണ്ടിനനുസരിച്ചിട്ട് ഇപ്പം പുഴയില കടലില അതാ പാടത്താ പോണ അതിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും. നല്ല കോമ്പോയിട്ട് തന്നെ അടിപൊളിയായിട്ടുള്ള സെറ്റ് ചെയ്ത് കൊടുക്കും. അത് ഓരോരുത്തർ ബഡ്ജറ്റ്. ഇപ്പോൾ ഈ കുറഞ്ഞ ടൈപ്പിൽ തന്നെ 4 കിലോ 5 കിലോ വരെ വെയിറ്റ് എടുക്കുന്ന റോഡുകളുണ്ട്. ഇപ്പോൾ ഈ 850 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ 5 കിലോ 6 കിലോ വരെ വെയിറ്റ് എടുക്കുന്ന റോഡാണ്. അതന്നെ അതിനനുസരിച്ചിട്ടുള്ള റീലും അതിൻ്റെ ബ്രൈഡും ഫ്രോഗും അത് എവിടെയാണ് നിങ്ങൾ പോകുന്നത് അതുപോലെ നമ്മൾ കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ ഇവിടുന്ന് പറഞ്ഞയക്കാൻ. ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് വരുന്ന ആളാണെന്ന് വെച്ചെങ്കിൽ ഞങ്ങൾ ഈ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ട് എറിഞ്ഞ് കാണിച്ച് അത് പഠിപ്പിച്ചിട്ടാണ് വിടുള്ളൂ. പിന്നെ അതിൻ്റെ ചൂണ്ടല്ലേ കുളത്തും കാര്യങ്ങളൊക്കെ കൂടിയും കുറഞ്ഞ കുളത്തുകൾ, പിന്നെ സാധാ ടൈപ്പ് കുളത്തുകളുണ്ട്. അത് ഇപ്പം നമ്മൾ സാധാ മീൻ പിടിക്കണ ടൈപ്പ് സാധനങ്ങളാണ് ഈ പോൾ റോഡ് പോലുള്ള. അത് ഞാൻ കാണിച്ചു തരാം. പോൾ റോഡ്, ആ പോൾ റോഡ് വെച്ചിട്ട് നമുക്ക് സാധാ കുളത്ത് വെച്ചിട്ട് പിടിക്കാനുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. പിന്നെ വലകളുണ്ട്, കുരുത്തികളുണ്ട്, പിന്നെ വല നമ്മൾ പീസാക്കി കൊടുക്കണുണ്ട്. എല്ലാ ടൈപ്പ് ഒരുവിധം എല്ലാ ടൈപ്പ് സാധനങ്ങളും മീൻ പിടിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ടെങ്കീസിൽ വരുന്നത് MM ആണ്. 20 mm തൊട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ 130 വരെയുള്ള നൂലുകൾ നമ്മുടെ കയ്യിലുണ്ട്. അത് ഓരോ ഈ പറഞ്ഞ പോലെ തന്നെ ഓരോ ആവശ്യത്തിനനുസരിച്ചും കട്ടിക്കനുസരിച്ചിട്ടാണ് നമ്മൾ ആൾക്കനുസരിച്ച് കൊടുക്കാനുള്ള എല്ലാ സാധനമുണ്ട്. അതുപോലെ ലൈറ്റുകളുണ്ട്, രാത്രി മീൻ പിടിക്കേണ്ട ലൈറ്റുകൾ, തലയിൽ വെക്കേണ്ട ലൈറ്റുകളുണ്ട്. പിന്നെ ഈ പറഞ്ഞ എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ മീനിൻ്റെ തീറ്റ എല്ലാ പരിപാടിയും എല്ലാം. മീൻ തീറ്റ ഇപ്പോൾ കരിമീനിനെ പിടിക്കണമെങ്കിൽ അതിനുള്ള തീറ്റകളുണ്ട്. പിന്നെ കാർപ്പാണെങ്കിൽ ആ ടൈപ്പ് ഇതുണ്ട്. പിന്നെ നമ്മൾ ആദ്യം ഈ അലങ്കാര മത്സ്യങ്ങളായിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറേ സാധനങ്ങളുണ്ട്, പക്ഷികളുണ്ടായിരുന്നു, അതിൻ്റെ കൂട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അതൊക്കെ എല്ലാം കൂടിയിട്ടാണ് നമ്മൾ പോണത്. ഇതിപ്പോൾ 4ാമത്തെ വർഷമാണ് നമ്മുടെ ഇത്. ഈ കടയിലേക്ക് മാറിയിട്ട് ഇപ്പോൾ 1.5 വർഷമാവണം. ഇതിൻ്റെ മുന്നേ നമ്മൾ ചാലശ്ശേരി റോട്ടിലുള്ള ഈ ബിൽഡിങ്ങിൽ തന്നെ ചാലശ്ശേരി റോട്ടിലായിരുന്നു. അപ്പം ഇങ്ങോട്ട് മാറിയിട്ട് 1.5 കൊല്ലമായി.